ഖുർആൻ ആസ്വാദനം ഭാഗം 50 മന്ന സൽവ മേഘത്തണൽ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 57-ാമത്തെ ആയത്ത്. وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. മേഘത്തെ നാം നിങ്ങൾക്ക് തണലായി നൽകുകയും മന്നയും സൽവയും നിങ്ങൾക്ക് ഇറക്കിത്തരികയും ചെയ്തു. നാം നൽകിയ വിശിഷ്ടമായ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അവർ ദ്രോഹിച്ചത് നമ്മെയല്ല, സ്വന്തത്തെ തന്നെയാണവർ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى وظللنا عليكم الغمام ഒക്കെ പറയുന്ന സ്ഥലത്ത് ഇസ്തിഅല വായ നിറച്ച് സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വഅൻസൽന നൂനിനെ മറച്ച് മണിച്ച് ഇഖ്ഫ ചെയ്തിട്ട് ഓതണം. അലൈക്കുമുൽ മന്ന വസ്സൽവ. മന്ന നൂനിനെ മറച്ച് നൂനിന് ഗുന്ന കൊടുത്തുകൊണ്ട് നമ്മൾ ഓതേണ്ടതുണ്ട്. വസ്സൽവ എന്ന സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ നിർത്താം, ചേർത്ത് ഓതുകയും ആവാം. ചേർത്ത് ഓതുന്നതാണ് ഉത്തമം എന്നതിനെ സൂചിപ്പിക്കുന്ന അൽ വസ്ലു അൽ ഔല എന്ന സ്വാദ് ലാമ അവിടെ മുകളിൽ കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശ്വാസമുണ്ടെങ്കിൽ മാ റസഖ്നാക്കും എന്ന സ്ഥലത്ത് നിർത്തിയാൽ മതി. കുലൂ മിൻ ത്വയ്യിബാതി മിൻ എന്നവിടെ ഇഖ്ഫ ചെയ്യാനും നമ്മൾ മറക്കരുത്. മാ റസഖ്നാക്കും അവിടെ നമുക്ക് നിർത്താം. പിന്നീട് വമാ ളലമൂനാ വലാകിൻ കാനൂ അൻഫുസഹും അൻഫുസഹും ഈ രണ്ട് സ്ഥലത്തും ഇഖ്ഫ ഉണ്ട്. നൂനിനെ മറച്ച് മണിച്ച് ഗുന്ന ചെയ്തുകൊണ്ട് ഓതുക. കാനൂ അവിടെ നീട്ടാനുണ്ട്, മദ് കൊടുത്തുകൊണ്ട് നമ്മൾ ഓതുക. യവ്ലിമൂൻ എന്നുള്ളത് സ്വരഭാരത്തോടു കൂടെ ശബ്ദം ഉള്ളിലേക്ക് പോകേണ്ട അക്ഷരമാണ് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. മേഘത്തെ നാം നിങ്ങൾക്ക് തണലായി നൽകുകയും മന്നയും സൽവയും നിങ്ങൾക്ക് ഇറക്കിത്തരികയും ചെയ്തു. നാം നൽകിയ വിശിഷ്ടമായ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അവർ ദ്രോഹിച്ചത് നമ്മെയല്ല, സ്വന്തത്തെ തന്നെയാണവർ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. സീനായ് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേല്യർക്ക് അള്ളാഹു നൽകിയ പ്രധാനപ്പെട്ട 2 അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനത്തിൽ ചെയ്യുന്നത്. ഇവിടെ പ്രതിപാദിക്കപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തേത് അവർക്ക് തണൽ നൽകാൻ വേണ്ടി സിനായ് മരുഭൂമിയിൽ അള്ളാഹു ഒരുക്കിയ സവിശേഷമായ മേഘങ്ങളാണ്. മേഘം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഗമാം എന്ന പദത്തെയാണ്. സാധാരണ ആകാശത്തിൽ രൂപപ്പെടുന്ന മേഘത്തിന് പറയുക സഹാബ് എന്നാണ്. ഗമാം എന്ന് 4 തവണയാണ് ഖുർആനിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ വചനത്തിൽ പ്രതിപാദിക്കുന്ന സംഭവം തന്നെ വിവരിക്കുമ്പോൾ സൂറത്തുൽ ആറാഫിലാണ് 7-ാം അധ്യായം 160-ാം സൂക്തം. മറ്റ് 2 തവണയും ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ലോകാവസാനത്തെ തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളെ കുറിക്കുമ്പോഴാണ്. 2-ാം അധ്യായം 210-ാം സൂക്തം, 25-ാം അധ്യായം 25-ാം സൂക്തം. സാധാരണ മേഘമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ സർവശക്തനായ അള്ളാഹുവും മലക്കുകളും പ്രത്യക്ഷരാവുമ്പോഴുണ്ടാവുന്ന മേഘത്തെപ്പോലെയുള്ള തണുപ്പുള്ളതും മികച്ചതുമായ ഒരു പ്രത്യേക തരം മേഘം ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു ഇസ്രായേല്യർക്ക് മരുഭൂമിയിലെ ഉഷ്ണതാപത്തിൽ നിന്ന് രക്ഷ നൽകിയതെന്നും ഇബ്നു അബ്ബാസ് റഹ്മഹുല്ല
ഈ വചനത്തെ വ്യാഖ്യാനിച്ചതായി ഇമാം തബരി പറയുന്നുണ്ട്. ഫറവോനിൽ നിന്ന് രക്ഷപ്പെട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയത് മുതൽ തന്നെ വഴി കാണിച്ചുകൊണ്ട് ഒരു മേഘസ്തംഭം ഇസ്രായേല്യർക്കൊപ്പമുണ്ടായിരുന്നതായി ബൈബിൾ പറയുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുമ്പിൽ നിന്ന് മാറിയില്ല എന്നാണ് പുറപ്പാട് പുസ്തകത്തിന്റെ പ്രസ്താവന. 13-ാം അധ്യായം 21-ാം വചനം. കർത്താവിന്റെ മേഘം എന്നാണ് ചില ബൈബിൾ പുസ്തകങ്ങൾ ഈ മേഘത്തെ വിളിച്ചിരിക്കുന്നത്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 34-ാം വചനം. മരുഭൂമിയിലൂടെയുള്ള യാത്രയിലുടനീളം ഇത്തരം മേഘങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് പുറപ്പാട് പുസ്തകത്തിലെ വചനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. മേഘത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്നതായും മോശയ്ക്കടുത്ത് നിന്നതായും കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടതായും എല്ലാമുള്ള പരാമർശങ്ങൾ കാണാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 10-ാം വചനം. ഇസ്രായേല്യരുടെ യാത്രയെ നിയന്ത്രിച്ചുകൊണ്ടും 40-ാം അധ്യായം 36-37 വചനങ്ങൾ. അവർക്ക് വഴി കാണിച്ചുകൊണ്ടും 13-ാം അധ്യായം 21-ാം വചനം. അവരെ പ്രതിരോധിച്ചുകൊണ്ടും 14-ാം അധ്യായം 19-ാം വചനം. മരുഭൂമിയിലൂടെയുള്ള യാത്രയിലുടനീളം ദിവ്യമായ മേഘങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് പുറപ്പാട് പുസ്തകത്തിലെ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മരുഭൂമിയിലെ അത്യുഷ്ണത്തിൽ നിന്ന് ഇസ്രായേല്യരെ രക്ഷിക്കാനും അവരുടെ വസ്ത്രങ്ങൾ മുഷിയാതെയും ചുളിയാതെയും ഇരിക്കുവാനും വഴി കാണിക്കുവാനും പാതയിലുള്ള സർപ്പങ്ങളെയും തേളുകളെയും കൊല്ലുവാനുമെല്ലാം ഈ മേഘങ്ങൾ ഉപകാരപ്പെട്ടതായാണ് മിദ്രാഷ് വിശദീകരിക്കുന്നത്. മിദ്രാഷ് ഷിർഹാഷിറും റബ്ബ 4:11-2. തങ്ങളുടെ പൂർവികർക്ക് മേഘങ്ങൾ തണലേകിയതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള യഹൂദ ആഘോഷമാണ് സുക്കോത്ത്. തിശേരി മാസത്തിന്റെ 15-ാം ദിവസം മുതൽ 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ആഘോഷം. മേഘത്തണൽ നൽകിയതിനോടൊപ്പം ഇസ്രായേല്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളായി ഈ ഖുർആൻ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മന്നയും സൽവയും ഇറക്കിക്കൊടുത്തതാണ്. കാടപ്പക്ഷിക്കാണ് അറബിയിൽ സൽവ എന്ന് പറയുക. കർത്താവിൽ നിന്നുള്ള പാരിതോഷികമായി ഇസ്രായേല്യർ തങ്ങൾക്ക് ലഭിച്ച സവിശേഷ ഭക്ഷണത്തെ ഭക്ഷണ ഓഹരി എന്ന അർത്ഥത്തിൽ മൊൺ എന്ന് വിളിച്ചുവെന്നും അതാണ് പിന്നീട് മന്ന എന്നായിത്തീർന്നതെന്നുമാണ് ബൈബിൾ ഭാഷാകാരന്മാരുടെ അഭിപ്രായം. ഈ വചനത്തിലും 2-ാം അധ്യായം 57-ാം സൂക്തം, സൂറത്തുൽ ആറാഫിലും 7-ാം അധ്യായം 160-ാം സൂക്തം, സൂറത്തു ത്വാഹയിലുമായി 20-ാം അധ്യായം 80-ാം സൂക്തം ഇസ്രായേല്യർക്ക് മന്നയും സൽവയും നൽകിയതായി ഖുർആനിൽ 3 തവണ പരാമർശിച്ചിട്ടുണ്ട്. മഴ പോലെയോ മഞ്ഞുപോലെയോ ആകാശത്ത് നിന്ന് പൊഴിയുന്ന അതിസ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു മന്ന എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും രാവിലെ മന്നയും വൈകുന്നേരം കാടപ്പക്ഷികളും ഇസ്രായേല്യർക്ക് ലഭിക്കുമായിരുന്നുവെന്നും അവർക്ക് അവ സ്വാദിഷ്ടവും സുഭിക്ഷവുമായ ഭക്ഷണമായിരുന്നുവെന്നും സീനായ് മരുഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞ 40 വർഷവും അത് മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരുന്നുവെന്നുമെല്ലാം അവർ പറഞ്ഞു പോകുന്നുണ്ട്. ഇസ്രായേൽ സമൂഹം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് 2-ാം മാസം 15-ാം ദിവസത്തിൽ സീനായിൽ എത്തുന്നതിനു മുമ്പായി സീൻ മരുഭൂമിയിൽ വെച്ചാണ് അവർക്ക് കാടപ്പക്ഷികളും മന്നയും ലഭിക്കാൻ ആരംഭിച്ചതെന്നാണ് തോറ പറയുന്നത്. സമൂഹത്തെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലാനായാണോ ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന അവരുടെ പരാതിക്കുള്ള മറുപടിയായി കർത്താവ് മോശയോട് പറഞ്ഞതായി ബൈബിൾ ഉദ്ധരിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എന്റെ നിയമമനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്നു ഞാൻ പരീക്ഷിക്കും. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 4-ാം വചനം. ഈ ദൈവിക വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം നടന്നത് എങ്ങനെയെന്ന് തോറ വ്യക്തമാക്കുന്നു. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി.
രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞു വീണ് കിടന്നിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞുപോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഓരോരുത്തനും തന്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് 1 ഓമർ വീതം ശേഖരിക്കട്ടെ. ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു. ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു. ചിലർ ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു. അത് പുഴുത്ത് മോശമായി. മോശ അവരോട് കോപിച്ചു. പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഉരുകിപ്പോകുമായിരുന്നു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. മന്നയും സൽവയും നൽകിയതിനെക്കുറിച്ചുള്ള പ്രതിപാദനത്തിന് ശേഷമുള്ള നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്ന ദൈവിക നിർദ്ദേശം അവ നൽകിയ ഇസ്രായേലിയരോടുള്ളതാണെന്ന് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ നാം പറഞ്ഞു എന്ന അർത്ഥത്തിലുള്ള കുൽന എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞതായി മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥം ഉൾക്കൊള്ളണമെന്നാണ് സന്ദർഭം വ്യക്തമാക്കുന്നത്. സമൂഹത്തെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലാനായാണോ ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന ഇസ്രായേൽ പരാതിക്കുള്ള ഉത്തരമായി നൽകിയ മന്നയും സൽവയും അതിവിശിഷ്ടമായ ഭക്ഷണങ്ങളാണെന്ന പ്രഖ്യാപനമാണ് ഈ വചനഖണ്ഡത്തിലുള്ളത്. ത്വയ്യിബിന്റെ ബഹുവചനമായ ത്വയ്യിബാത്തിനെയാണ് വിശിഷ്ട വസ്തുക്കൾ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. മുന്തിയത്, ശുദ്ധമായത്, രുചികരമായത്, നല്ലത് എന്ന അർത്ഥങ്ങളിലെല്ലാം പ്രയോഗിക്കാറുള്ള പദമാണ് ത്വയ്യിബ്. കാടപ്പക്ഷിയുടെ മാംസത്തിന് ഈ വിശേഷണങ്ങളെല്ലാം ചേരുമെന്ന കാര്യത്തിൽ മാംസഭക്ഷണപ്രിയർക്കിടയിൽ അഭിപ്രായാന്തരമുണ്ടാവുകയില്ല. അതേപോലെ തന്നെയായിരുന്നു മന്നയുമെന്ന് അതേക്കുറിച്ച വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാവും. അത് കൊത്തമ്പലരി പോലെയിരുന്നു. വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിന്റെ രുചിയുള്ളതുമായിരുന്നു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31-ാം വചനം എന്നാണ് മന്നയെക്കുറിച്ച ബൈബിൾ വിവരണം. ഇസ്രായേൽ സമൂഹത്തിന്റെ പട്ടിണി മാറ്റുവാനായി പടച്ചവൻ നൽകിയ ഭക്ഷണങ്ങൾ വിശപ്പടക്കുവാനുള്ള എന്തെങ്കിലും എന്നതിനുപരിയായി പോഷകസമൃദ്ധമായ വിശിഷ്ട ആഹാരമായിരുന്നുവെന്നാണ് ഈ വചനഖണ്ഡം നൽകുന്ന സന്ദേശം. വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചത് മുതലുള്ള അനുസരണക്കേടുകളുടെയും അച്ചടക്കരാഹിത്യങ്ങളുടെയും ദൈവദൂഷണങ്ങളുടെയും നൈരന്തര്യത്തെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിലെ ആദ്യത്തെ 4 അധ്യായങ്ങളിലെ വിവരണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർ ദ്രോഹിച്ചത് നമ്മയല്ല, സ്വന്തത്തെ തന്നെയാണ് അവർ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് എന്ന ദൈവിക പ്രയോഗത്തിന്റെ സാങ്കത്യം എത്രത്തോളമാണെന്ന് ബോധ്യപ്പെടുക. ഓരോ പ്രതിസന്ധി സന്ദർഭങ്ങളിലും അവർക്കാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അവയെല്ലാം നൽകി അല്ലാഹു അവരെ അനുഗ്രഹിച്ചു. പൊറുക്കാനാവാത്ത പാപങ്ങളാണ് അവർ ചെയ്തത്. അനുസരണക്കേടുകൾ അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നു. മോശയെയും അഹറോനെയും എല്ലാം അച്ചടക്കമില്ലാതെ അവർ ചോദ്യം ചെയ്തു. അവ വഴി യഥാർത്ഥത്തിൽ അവർ അല്ലാഹുവിന് ദ്രോഹങ്ങളൊന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പ്രത്യുത സ്വന്തത്തിന് തന്നെയാണ് അവർ ദ്രോഹമുണ്ടാക്കിക്കൊണ്ടിരുന്നത്. പശുക്കുട്ടിയുടെ വിഗ്രഹമുണ്ടാക്കിയത് മുതലുള്ള ഓരോ സംഭവങ്ങളിലും സ്വന്തത്തിനും സമൂഹത്തിനും ദ്രോഹം സൃഷ്ടിച്ച ഇസ്രായേൽ നടപടികളെ വായിച്ചെടുക്കാൻ ഏതൊരാൾക്കും കഴിയും. പ്രതിമാ നിർമ്മാണത്തെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ 54-ാമത്തെ വചനത്തിലും
സ്വന്തത്തോട് തന്നെ നിങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞതെന്നോർക്കുക. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ ആസ്വാദനം ഭാഗം 50 മന്ന സൽവ മേഘത്തണൽ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 57-ാമത്തെ ആയത്ത്. രചന എം അക്ബർ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. ഖുർആൻ പാരായണവും തജ്വീദ് വിശദീകരണവും അബ്ദുള്ള തിരൂർക്കാട്. ഇൻഷാ അല്ലാഹ് തുടരും.